ദേഷ്യപ്പെട്ടാലും ഞാൻ അധിക നേരം ആ ദേഷ്യം നീണ്ടു നിർത്താറില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസിനോട്. അല്ലെങ്കിൽ ഈ ദേഷ്യമൊക്കെ വന്നിട്ട് എനിക്ക് എപ്പോഴേ BP ഷുഗറൊക്കെ വരേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് അനീഷ് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് നേരം ആ ദേഷ്യം നിൽക്കുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകത്തില്ലെന്ന് ഷാനവാസ് പറയുന്നു. അപ്പോൾ അനീഷ് പറയും, എനിക്കങ്ങനല്ല, എനിക്ക് പെട്ടെന്ന് ഞാനങ്ങ് തണുക്കും. അപ്പോഴേക്കും അവിടേക്ക് ഒനിൽ വരികയാണ്. അനീഷ് പറയുന്നുണ്ട്, ഇന്ന് എവിക്ഷൻ അല്ലായിരുന്നോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത ആൾക്കാരാണ് ഇന്ന് എവിക്ഷൻ പോയേക്കുന്നതെന്ന് ഷാനവാസ് ഒനിലൂടെ പറയുന്നു. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ഒനിൽ പറയാണ്, നമ്മൾ അന്നേരം പ്രതീക്ഷിക്കരുത്, ആരാ പോകുന്നതെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. ഓരോ നിമിഷവും ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങളെന്നും അനീഷ് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് പെട്ടെന്ന് ബോറടിക്കുമെന്ന് ഒനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ചില കാര്യങ്ങളെ അനീഷ് പറയുന്നുണ്ട്, നല്ല രീതിയിലെത്തണം ഷാനവാസ്, കാരണം ഷാനവാസിന് ടാലൻ്റ് ഉണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും എത്തണം. അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഓർക്കുകയാണ്, 3-ാമത്തെ ദിവസമാണ് ഷാനവാസിൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണീര് വീണത്. എന്തടിസ്ഥാനത്തിലാണ് ഷാനവാസിൻ്റെ കണ്ണിൽ നിന്നും അങ്ങനെ കണ്ണുനീര് വന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവിടെ വെച്ചിട്ടൊന്ന് സ്ഥലം ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുന്നുണ്ട്, ഓർമ്മയില്ലേ, ഒട്ടും ഓർമ്മയില്ലേ? അപ്പോൾ ഷാനവാസ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. ഞാൻ അതുവരെ വിചാരിച്ചിരുന്ന ഷാനവാസ് ഭയങ്കര വില്ലനിസമുള്ള ആളാണെന്നാണ്. ഇപ്പം ഇവിടെ അതിന് കുറവൊന്നുമില്ലല്ലോ വില്ലനിസത്തിന്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, ആര്? ഷാനവാസ് പറയുന്നത്, ഞാൻ. ഇവിടെ എല്ലാവരും നോർമലായിട്ടുള്ള ആളുകളാണെന്ന് അനീഷ് പറയുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയോ? എന്താ ഇത്? ഷാനവാസ് പറയുന്നുണ്ട്, ഉറങ്ങി. ഷാനവാസ് എത്ര സമയമാണ് അനീഷ് പറയുന്ന എല്ലാം കേട്ടിട്ട് അതിനുള്ള മറുപടിയും പറഞ്ഞ് അനീഷിനൊപ്പം ഇരിക്കും എപ്പോഴാണെങ്കിലും. വളരെ ക്ഷമയോട് അനീഷ് എന്താണോ പറയുന്നത് അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൻ്റെ റിപ്ലൈ അന്നേരം കൊടുത്തുകൊണ്ടിരിക്കും. കൂടുതൽ സംസാരിക്കുന്നത് അനീഷാണ്. ഷാനവാസ് അനീഷ് ചോദിക്കുന്നതിനുള്ള റിപ്ലൈ ആയിരിക്കും കൊടുക്കുന്നത്. തോന്നുന്നത് ഷാനവാസ് അനീഷിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്, അനീഷിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്.